അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം എ മെഡിസിൻ ക്യാപ്സ്യൂൾ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫിയർ സ്റ്റക്ക് ടു each of its ends. The length of the entire capsule is 14 millimeter and the diameter of the capsule is 5 millimeter. Find its surface area. അതായത് ഒരു മെഡിസിൻ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഒരു സിലിണ്ടറും 2 ഹെമിസ്ഫിയറും കൂടെ ചേർന്നപ്പോഴാണ് ഒരു ക്യാപ്സ്യൂൾ കിട്ടിയത്. പിന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ക്യാപ്സ്യൂളിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 14 മില്ലിമീറ്റർ ആണ്. പിന്നെ റേഡിയസ് 5 മില്ലിമീറ്ററും തന്നിട്ടുണ്ട്. റേഡിയസ് അല്ല, ഡയമീറ്റർ. ഈ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ 5 മില്ലിമീറ്റർ ആണെങ്കിൽ ഈ ഹെമിസ്ഫിയറിൻ്റെയും രണ്ടിടത്തെയും ഡയമീറ്റർ 5 മില്ലിമീറ്റർ തന്നെ കിട്ടുമല്ലോ. അന്നേരം ഡയമീറ്റർ 5 ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഡയമീറ്റർ ബൈ 2 ആയിരിക്കും. അന്നേരം 5/2 കിട്ടും. അതായത് 2.5 ആണ് 5/2 എന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം നമുക്കിനി സിലിണ്ടറിൻ്റെ മാത്രം ഹൈറ്റ് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന് നോക്കിക്കേ, സിലിണ്ടർ എന്ന് പറയുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളു. ബാക്കിയുള്ള എന്തൊക്കെയാണ്? 2 ഹെമിസ്ഫിയർ ആണുള്ളത്. ഓക്കെ അല്ലേ? അന്നേരം നമ്മൾ ഈ ടോട്ടലിൽ നിന്ന് ഈ 2 ഹെമിസ്ഫിയറിൻ്റെ ഹൈറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റ് കിട്ടില്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? 14 മൈനസ് 2.5 പ്ലസ് 2.5 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. അന്നേരം 14 നിന്ന് 5 കുറയ്ക്കുമ്പം നമുക്ക് സിലിണ്ടറിൻ്റെ മാത്രം ഹൈറ്റ് കിട്ടും. ഓക്കെ, നമുക്കത് ചെയ്യുമ്പം മനസ്സിലാവും. നോക്കിക്കുക, ആദ്യം ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടറും ഹെമിസ്ഫിയറും 5 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് കാണാൻ എന്ത് വേണം? അതിൻ്റെ ഡയമീറ്റർ ബൈ 2 ചെയ്യണം. അതായത് 5/2, അതായത് 2.5 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ആണ് കാണേണ്ടത്. അതെന്ന് പറയുമ്പം ഈ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? 14 മൈനസ് പിന്നെ ഈ 2 എണ്ണം കുറയ്ക്കണേ. അതെന്ന് പറയുമ്പോൾ മൈനസ് 2.5 പ്ലസ് 2.5 എന്ന് വരും. അന്നേരം 2.5 പ്ലസ് 2.5 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5 കിട്ടും. അത് 14 മൈനസ് 5 എന്ന് പറയുമ്പം 9 മില്ലിമീറ്റർ. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഹൈറ്റ് നമുക്ക് 9 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ക്യാപ്സ്യൂളിൻ്റെ സർഫസ് ഏരിയ ആണ്. സർഫസ് ഏരിയ എന്ന് പറയുമ്പം ഈ പുറത്തുള്ള മാത്രം ഏരിയ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ഇതെന്ന് പറയുന്നത് ഒരു സിലിണ്ടറും 2 ഹെമിസ്ഫിയറും കൂടെ ചേർന്നതാണ്. അന്നേരം ഇതിൻ്റെ അകത്തുള്ളതൊന്നും വേണ്ട, ഈ പുറത്തുള്ള മാത്രം മതി. അന്നേരം സിലിണ്ടറിൻ്റെ CSAയും ഹെമിസ്ഫിയറിൻ്റെ CSA ആണല്ലോ കൂട്ടേണ്ടത്. അതായത് സർഫസ് ഏരിയ എന്ന് പറയുമ്പം CSA ഓഫ് സിലിണ്ടർ പ്ലസ് CSA ഓഫ് 2 ഹെമിസ്ഫിയർ ആണേ. 2 ഹെമിസ്ഫിയർ വരുന്നുണ്ട്. നമുക്കറിയാം സിലിണ്ടറിൻ്റെ CSA എന്ന് പറയുന്നത് 2πRH. അതേ കണക്ക് ഹെമിസ്ഫിയറിൻ്റെ CSA എന്ന് പറയുമ്പം 2πr² ആണ്. പക്ഷേ 2 എണ്ണം വരുന്നുണ്ട്. 2 × 2πr² എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നോക്കിക്കേ, രണ്ടിടത്തും 2πr കോമൺ ആയിട്ടുണ്ട്. അത് നമുക്ക് പുറത്തെടുക്കാം. അന്നേരം 2 × π × r കോമൺ എടുത്തു. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? ഈ 2πr പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു h ഉണ്ട്. അന്നേരം h കൊടുത്തു, പിന്നെ പ്ലസ് അതുപോലെ ഇട്ടു. അന്നേരം ഈ 2πr ഇതിൽ നിന്നൊരു 6 പോയാൽ പിന്നെ ഒരു 6 ബാക്കിയുണ്ട്. ഇവിടെ ഒരു 2 ഉണ്ട്. അന്നേരം h + 2r എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂസൊക്കെ കൊടുക്കാം. 2 × π എന്ന് പറയുമ്പം 22/7, r എന്ന് പറയുമ്പം 5/2 ഇൻറ്റു h എന്ന് പറയുമ്പം 9 പ്ലസ് 2 × r 5/2. ഓക്കെ, ഇനി നോക്കിക്കേ, രണ്ടിടത്തുനിന്നും ഇവിടുന്ന് 2 വെട്ടാം. പിന്നെ 22 × 5/7 ഉണ്ട്. അന്നേരം 22/7 × 5 ഇവിടെ കിടപ്പുണ്ട്. പ്ലസ് ഇത് രണ്ടും വെട്ടാം. അന്നേരം 9 + 5 എത്ര കിട്ടും? 14 കിട്ടില്ലേ? 14 കിട്ടും. ഓക്കെ, 14, അതായത് 22/7 × 5 × 14. ഈ 7ഉം 14ഉം കൂടെ വെട്ടുമ്പം ഇവിടെ 2 കിട്ടും. അന്നേരം 22 × 2 എന്ന് പറയുമ്പം 44 കിട്ടും. 44 × 5 ചെയ്യുമ്പോൾ 220 കിട്ടും. അതായത് 220 എന്താണ് യൂണിറ്റ്? മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അന്നേരം നമുക്ക് ഏരിയ എന്ത് കിട്ടും? 220 മില്ലിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ?